ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. നാം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും യുക്തിസഹമായി ചിന്തിക്കുക. യുക്തിസഹമായ ചിന്തയോടെ മാത്രമേ ശരിയും തെറ്റും നമുക്ക് കണ്ടെത്താൻ കഴിയൂ. യുക്തിപരമായി ചിന്തിച്ച് ശരികൾ കണ്ടെത്തി ശരിയായ വഴി തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക. ഇതാണ് ഈ ജാതിയിലൂടെ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടുന്ന നിർദ്ദേശം. ഇന്ന് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും സയൻസും മറ്റും അത്യധികം പുരോഗമിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ അതിനൂതനമായ സാങ്കേതിക വിദ്യയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഇപ്പോഴും അതിപുരാതനമായ കാലത്തെ വെറും അശാസ്ത്രീയ വശങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദയനീയമായ അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ മുന്നിൽ നടപാടിക്കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശരിയായി ചിന്തിക്കുകയും ശരിയായ രീതിയിൽ ഉള്ള വിശ്വാസികളെ അവരെ ചൂഷണം ചെയ്തുകൊണ്ട് അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ദാരുണമായ അവസ്ഥയിലേക്കാണ് നാം ഇന്ന് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കെല്ലാം അറിയാം, ശബരിമലയിൽ തന്നെയാണ് ഒരു വൻ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ എല്ലാവിധ സർക്കാരുകളും സമ്മതിച്ചിട്ടുള്ളതാണ് ഈ മകരജ്യോതി എന്നുള്ളത് ശുദ്ധമായ തട്ടിപ്പാണെന്ന്. എന്നിട്ട് പോലും മാറി മാറി വരുന്ന സർക്കാരുകൾ ഇതിനെതിരെ കണ്ണടച്ചുകൊണ്ട് പാവപ്പെട്ട വിശ്വാസികളെ അവിടേക്ക് തള്ളിവിടുന്ന പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ മാധ്യമങ്ങളും ഈ പാവപ്പെട്ട വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നതിൽ ഒന്നിനൊന്ന് മുന്നോടിയായി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് തിരുവനന്തപുരം യുവജനസംഘം ഇത്തരം ആശയങ്ങളുമായി കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രചരണ രംഗത്തുള്ളത്. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക, അതാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. ഇന്ന് ജാതി മത സംഘടനകൾ ദൈവങ്ങളുടെയും മറ്റും സംരക്ഷകരായി ചമഞ്ഞുകൊണ്ട് സാധാരണ മനുഷ്യന്റെ ജീവിത രീതിയിൽ കടന്നു കയറിക്കൊണ്ട് അവരെയൊക്കെ ചൂഷണം ചെയ്ത് മതസംഘടനകളും ജാതി സംഘടനകളും ക്ഷേത്ര അല്ലെങ്കിൽ അത്തരം സംസ്കാര സംഘടനകളൊക്കെ ജീവൻ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ മനുഷ്യരെ ചൂഷണം ചെയ്യുക മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്ന് നമ്മുടെ മുന്നിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അനീതികളെയും ദുരാചാരങ്ങളെയും ദുർമന്ത്രവാദങ്ങളെയും മാറ്റി നിർത്തുക എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിലായി പച്ച മനുഷ്യനെ ദുരാചാരങ്ങളുടെ പേരിൽ ദുർമന്ത്രത്തിന്റെ പേരിൽ പച്ച മനുഷ്യ ജീവനോടെ ശരീരഭാഗങ്ങൾ വെട്ടിനോക്കിക്കൊണ്ട് അത് പാചകം ചെയ്ത് കഴിക്കുന്നൊരു സംഭവം തന്നെ നമ്മുടെ പത്തനംതിട്ട ഇലന്തൂരുണ്ടായി. ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ നാടിലാണെന്ന് ഓർക്കണം. ആഭ്യസ്തരായ കേരളീയ ജനത എല്ലാത്തിലും നമ്മൾ മുന്നോട്ടുകൊണ്ടിരിക്കുമ്പോൾ പുറകോട്ട് ചിന്തിക്കുക. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ പലതും തന്നെ പുറത്തു വരാതെ നാം അറിയാതെ രഹസ്യമായി മൂടിവെക്കപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് 100 നടക്കുമ്പോൾ 5 or 10 എണ്ണമായിരിക്കും നമ്മുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും വളരെ ജാഗരൂകരായിരിക്കുക. കാലം നമ്മളെ ചുറ്റിനും നിന്നുകൊണ്ട് ഈ വിഷസർപ്പങ്ങൾ വിഷബീജികൾ നമുക്കെതിരെ തിരിഞ്ഞുകൊണ്ട് മനുഷ്യനെ ചൂഷണം ചെയ്യാനുള്ള തത്രപ്പാടിലാണ് എന്ന് നാം ഓർക്കണം. ആയതിനാൽ നാം ഓരോരുത്തരും വരുന്ന കാലഘട്ടങ്ങളിൽ ചിന്തിക്കുക, ശരിയേതാണ് കണ്ടെത്തുക. ശാസ്ത്രം മാത്രമാണ് ഇന്ന് നമുക്ക് അടിത്തറ അഭിപ്രായമുള്ളത്. അല്ലാതെ പൈതൃകമായി കിട്ടിയ അറിവുകളൊക്കെ നമ്മൾ വിശകലനം ചെയ്യുക. പൈതൃകമായി കിട്ടിയ അറിവുകളാണ് ഈ രാജ്യത്തെല്ലാം ശരി എന്നുള്ള ആ തെറ്റായ വ്യാഖ്യാനം അല്ലെങ്കിൽ തെറ്റായ വിശ്വാസം, തെറ്റായ ചിന്ത, ഇതൊക്കെ നാം മാറ്റിയെടുത്തുകൊണ്ട് എന്തിനും ശാസ്ത്രീയ അടിത്തറ പാകിക്കൊണ്ട് യുക്തിപരമായി ശരിയും തെറ്റും കണ്ടെത്തി നാം ഓരോരുത്തരും നമ്മുടെ വരുന്ന തലമുറയെ കൂടി, നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ദൂഷ്യ വലയത്തിലേക്ക് തള്ളിപ്പെടാതിരിക്കാൻ വേണ്ടി അവരെ ശരിയായി ചിന്തിക്കുവാൻ, സത്യസന്ധമായി ചിന്തിക്കുവാൻ, നീതിയുക്തമായി ചിന്തിക്കുവാൻ മാത്രം അവരെ പ്രാപ്തരാക്കിക്കൊണ്ടുള്ള മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. തിരുവനന്തപുരം യുക്തിവാദി സംഘം ഇതിന്റെ പ്രചരണ പരിപാടികളുമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കാറുണ്ടായിരുന്നു. അതിന്റെ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ നമ്മൾ വർക്കലയിൽ നിന്ന് ആരംഭിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആറ്റിങ്ങിൽ,
ചിറയൻകീഴ് തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് വൈകുന്നേരം കിളിമാനൂർ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ ഇന്ന് വെഞ്ഞാറമൂട് നിന്ന് രാവിലെ ആരംഭിച്ച യാത്രയാണ്, പ്രചരണ യാത്രയാണിത്. വെഞ്ഞാറമൂട് CPIയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ AM റൈസ് ഉദ്ഘാടനം ചെയ്തു. അവിടെ നിന്ന് ആരംഭിച്ച് ഞങ്ങൾ ചെമ്പൂര്, വാളക്കാട് തുടങ്ങിയ പ്രചരണ സ്ഥലങ്ങളിൽ യോഗം നടത്തി ആണ് ഇന്നിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. യുക്തിവാദി സംഘത്തിന്റെ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും ശാസ്ത്ര പുരോഗതിക്കും മനുഷ്യ നന്മയ്ക്കും വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളാണ് എന്ന് യുക്തിവാദി സംഘത്തെ നിരീക്ഷിക്കുന്ന ഏവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. കേരള സമൂഹത്തിലെ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമോ വഴി നടക്കാനുള്ള അവകാശമോ ഒന്നുമില്ലായിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഇന്നത്തെ ഈ പരിഷ്കൃത സമൂഹമായി കേരളത്തെ മാറ്റിയത് ഒരു കാലഘട്ടത്തിലെ നവോത്ഥാന നായകന്മാരാണ്. ശ്രീ നാരായണ ഗുരുവും അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനുമൊക്കെ ചേർന്ന് ഈ ഉയർത്തിവെച്ച മുദ്രാവാക്യങ്ങളും അതിലൂടെ ഉണ്ടായ വിപ്ലവത്തിലൂടെയാണ് ഇന്നത്തെ ഈ ജനത ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. യുക്തിചിന്ത എന്നത് കാര്യകാരണ സഹിതമായ ഒരു ചിന്താഗതി എന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. ഒരു കാര്യമുണ്ടാവുമ്പോൾ ഉണ്ടാവണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണം എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്നാണ് യുക്തിചിന്ത ഉടലെടുക്കുന്നത്. സാധാരണ കുട്ടികളുടെ മനസ്സിൽ യുക്തിചിന്ത ഉള്ളവരാണ്, എല്ലാ കുട്ടികളും യുക്തിചിന്ത ഉള്ളവരാണ്. പക്ഷേ അവരുടെ ചോദ്യങ്ങൾ, അതുകൊണ്ടാണ് കുട്ടികൾക്ക് അധികം ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അവരുടെ യുക്തിചിന്ത കൊണ്ടാണ്, യുക്തി കൊണ്ടാണ്. പക്ഷേ ഞങ്ങളുടെ വീടുകളിലെ കുട്ടികളെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവരുടെ ചോദ്യങ്ങൾ അടിച്ചമർത്തുകയും ചിന്തിക്കാനുള്ള ശേഷി നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇന്നത്തെ വീടുകളിലുള്ളത്. കുട്ടികളെ ജനിക്കുന്ന അന്ന് മുതൽ മതാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അവൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച് അത് ചിന്തിക്കാനുള്ള ശേഷി നശിപ്പിക്കുകയും കുട്ടിക്കാലം മുതൽ തന്നെ അന്വേഷണപര നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് ഇവിടെ ഉള്ളത്, സമൂഹത്തിലുള്ളത്. ഇതിൽ നിന്ന് ഒരു മാറ്റം വരേണ്ടതുണ്ട്. അത് മാറ്റം അനിവാര്യമാണ്. അത് മാറുക തന്നെ വേണം. കാരണം ഇന്ത്യൻ സമൂഹം ഇന്ന് ആദിമകാലത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്കും ബോധ്യപ്പെടും. കാരണം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതും ഒരു ശാസ്ത്രബോധത്തെ പിന്നോട്ടടിക്കുന്ന ഒരു ഭരണകൂടമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ നമ്മളെ മുന്നിൽ നിൽക്കുമ്പോൾ ചെറുതായൊരു ചലനം നമുക്ക് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ പ്രചരണ യാത്ര ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് വെഞ്ഞാറമൂടിൽ നിന്നും. സ്വാഭാവികമായും നമ്മുടെ പ്രചരണങ്ങൾ എങ്ങനെ നടക്കുക എന്നെയും ഇതിന് മാറ്റങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. പക്ഷേ ഈ മാറ്റങ്ങൾ ഉണ്ടാവാൻ സമയമെടുക്കുന്നു എന്നുള്ളത് ഒരു ദുഃഖകരമായ അവസ്ഥയാണ്. നമ്മുടെ മുന്നിൽ നടക്കുന്ന സമകാലിക വിഷയങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. യുക്തിയും ഭക്തിയും ഒരിക്കലും ചേർന്ന് പോകാത്ത രണ്ട് കാര്യങ്ങളാണ്. യുക്തിപരമായി ചിന്തിച്ചാൽ ഭക്തി അപ്രസക്തമാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്ന് ഭക്തിയുടെ പിന്നിൽ നിൽക്കുന്നവർ യുക്തിയെ പിടിച്ച് അതിൻ്റെ പിറകിൽ കെട്ടാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇത്തരം നീക്കങ്ങളെ നമ്മൾ സംഘടിതമായി എതിർക്കേണ്ടതുണ്ട്. മനുഷ്യ സ്വാതന്ത്ര്യത്തിനപ്പുറം വേറെ ഒരു ഭക്തിക്കും സ്ഥാനമില്ലെന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിന്താഗതിയുള്ള ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്താൻ വേണ്ടി ഈ സമാന ചിന്താഗതിയുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങളൊക്കെ കൂടി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ വിചാരിക്കുന്നു. അങ്ങനെ തന്നെ ഉണ്ടാവണം. ചിന്ത ഇല്ലാതെ മനുഷ്യൻ മുന്നോട്ട് പോകാൻ കഴിയില്ല. ചിന്തയും മാറ്റങ്ങളുമാണ് മനുഷ്യനെ ആദിമകാലത്തിന് പ്രാകൃത മനുഷ്യരിൽ നിന്ന് ഈ നിലയിലേക്ക് പരിഷ്കൃത മനുഷ്യനായി മാറ്റിയത്. ഈ പരിഷ്കൃത സമൂഹത്തിലെത്തിയിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ചു നടക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും യുക്തിചിന്തയും സ്വതന്ത്ര ചിന്തയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കാനും ആർക്കും അടിമപ്പെടാതെ ജീവിക്കാനും ശ്രമിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. സമകാലിക വിഷയങ്ങളായ ഇന്നിപ്പോൾ ഇതുപോലെ തന്നെ ജനുവരി 14 ഇതേ ദിവസം കേരളത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം കൂടി നടക്കുന്ന ഒരു ദിവസമാണ് ജനുവരി 14. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇന്ന് മകരവിളക്ക്. നമ്മൾ ശാസ്ത്രബോധം എത്രയൊക്കെ മുന്നോട്ട് പോയാലും ഇപ്പോഴും ഈ മകരവിളക്കും മറ്റു അന്ധവിശ്വാസങ്ങളുമായി മനുഷ്യൻ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പിറകിലോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാനും ഇത്തരം പുരോഹിതന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും ചൂഷണങ്ങൾ സാധാരണ മനുഷ്യരിൽ നിന്ന് മുക്തനാക്കാനും വേണ്ടിയാണ് ഈ പ്രചരണ യാത്ര ഞങ്ങൾ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്.
എല്ലാ പ്രിയപ്പെട്ടവരും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യുക്തിപരമായി ചിന്തിക്കണം. മറ്റുള്ളവർ പറയുന്നത് അപ്പടി വിശ്വസിച്ച് ആചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും ചെന്ന് പെടാതിരിക്കുക. പെട്ടവർ ഇനിയെങ്കിലും ചിന്തിക്കുക, സ്വതന്ത്രമായി ചിന്തിക്കുക, യുക്തിപരമായി മുന്നോട്ട് പോകുക, സമൂഹത്തെ മുന്നോട്ട് നയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്